ഹായ് ഗ്യാസ് ഒഫിയ ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കുഞ്ഞ് കുക്കിംഗ് വീഡിയോ കാണാം. വാ. രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി കുട്ടിയൊക്കെ കൊടുത്തു, മക്കൾ സ്കൂളിൽ പോയി. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റൊന്നും എടുത്തില്ല. അങ്ങനെ കുട്ടികളൊക്കെ പോയ ശേഷം പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ അടിച്ചൊക്കെ വാരിയിട്ട് ഞാൻ ലൈവ് ഇടാറുണ്ട്. ഇപ്പോൾ രാവിലെ 10 മണിക്ക് ലൈവ് ഇടാറുണ്ട്. ചിലപ്പം 10:15 പിന്നെ അല്ലെങ്കിൽ 10:30 അങ്ങനെയാണ് പണി ഒരുങ്ങുന്ന പോലെ. അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞ് വന്നാൽ ആ ചോറിൻ്റെ പണിയിലേക്ക് പോവുള്ളൂ. അങ്ങനെ ലൈവൊക്കെ കഴിഞ്ഞ് വന്നു, ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിക്കൂ, എന്നിട്ട് ആ ചോറിൻ്റെ പണിയിലേക്ക് പോവാറ്. അങ്ങനെ ഞാൻ ലൈവൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തീ പറ്റിച്ചു. അടുപ്പത്താണ് ഇപ്പം ചോറ് വെക്കാറ്. ചോറും കുടിക്കുന്ന വെള്ളവും അടുപ്പത്താണ് വെക്കാറ്. അങ്ങനെ അടുപ്പ് പറ്റിച്ചു, വെള്ളമൊക്കെ വെച്ച് തിളച്ചു. അങ്ങനെ അരി കഴുകിയിട്ടു. അതിന് ശേഷം ഞാൻ കുറച്ച് മുതിര എടുത്ത് പുഴുങ്ങാന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് കാലമായ പിന്നെ മുതിര പുഴുങ്ങുന്നു ചോറിന്. കുറച്ചായി, ആ മഴയത്ത് തുടങ്ങിയതാണ്, നിർത്തിയിട്ടില്ല. പിന്നെ മുതിര പുഴുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനെ, മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ കുറച്ച് മുതിര എടുത്ത് പുഴുങ്ങാറുണ്ട്. ഇന്നും വറവ് ഉണ്ടാക്കാറില്ല. മുതിര പുഴുങ്ങുന്നുണ്ടെങ്കിൽ വറുക്കൂല, അല്ലെങ്കിൽ വറക്കും, അങ്ങനെയാണ്. അങ്ങനെ മുതിര പുഴുങ്ങാൻ എടുത്തു. അത് കഴുകി കുക്കറിലിട്ടു. മഞ്ഞളും മുളകും ഉപ്പും ഇട്ടിട്ടാണ് പുഴുങ്ങുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ ഒതുക്കിയിടാറില്ലേ, തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ച് അതിലിടും. എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകൊക്കെ പൊട്ടിച്ചിട്ട് അതിലൊഴിക്കും. അങ്ങനെയാണ് ഞാൻ മുതിര ഉണ്ടാക്കാറ്. ഞാനങ്ങനെ ഉണ്ടാക്കാറ്. മറ്റുള്ളവരൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് എനിക്ക് അറിയില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അങ്ങനെ അത് ചോറിനെന്നും ഉണ്ടാവും. ഇപ്പോൾ അധിക ദിവസം ഞാനങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി വറക്കും. അപ്പോൾ മുതിരയുള്ള ദിവസം വറവുണ്ടാവില്ല. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു ഇവിടെ. അത് നേരത്തെ ഞാൻ കഴുകി വെള്ളമിട്ടാൽ വെച്ചിരുന്നു. അതിന് ശേഷം പൊടികൾ ചേർക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഗരം മസാല പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ലേശം, പിന്നെ ഒരു തുള്ളി വിനാഗിരി ഒഴിക്കും. പിന്നെ ചെറുനാരങ്ങ ഞാൻ അധികം ഒഴിക്കാറ്, പക്ഷെ ചെറുനാരങ്ങ ഇല്ല. അപ്പോൾ പിന്നെ ഇത് ചേർക്കും ലേശം. അപ്പോൾ അതെടുത്ത് ചേർത്തു. അപ്പോൾ നല്ലോണം കൈയോട് ഉപ്പും നമിണ്ടി നല്ലോണം എല്ലായിടത്തും എത്തണം ഇത്. അങ്ങനെ നല്ലോണം നമിണ്ടി കുഴച്ച് അവിടെ ഇങ്ങനെ അമർത്തി വെക്കും പാത്രത്തിൽ. ഒരു അരമണിക്കൂറേ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെരക്കിയ പാട് നമ്മൾ കോഴി പൊരിക്കരുത്, ഒരു ഗുണം ഉണ്ടാവില്ല. അങ്ങനെ നല്ലോണം നമിണ്ടി പെരക്കി വെച്ചു പാത്രത്തിൽ. കുറച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് പൊരിക്കാമെന്ന് വെച്ചു. അങ്ങനെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്ത കോഴിയാണ് ഇത്. അങ്ങനെ പൊരിക്കുക. പിന്നെ ഓയിലാണ് ഞാൻ കോഴി പൊരിക്കാറിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഗ്യാസ്, പൊരിക്കാറില്ല. എന്ന് വെച്ചാൽ എനിക്ക് കോഴി പൊരിക്കുമ്പം നല്ലോണം എണ്ണ വേണം. അപ്പോൾ അത് നല്ലോണം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്, പിന്നെ പറയണ്ടല്ലോ, പെട്ടെന്ന് കാര്യമാവില്ലേ. അപ്പോൾ ഓയിലാണ് ഉപയോഗിക്കാറ് ഇപ്പോൾ, സൺഫ്ലവർ ഓയിൽ. അങ്ങനെ കോഴി റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പൊരിക്കുക. ഞാൻ കറി വെക്കണം ഗ്യാസ്. പച്ചക്കായും പരിപ്പും വെക്കാമെന്നാണ് വിചാരിച്ചപ്പോൾ പച്ചക്കായ ഇല്ല. അങ്ങനെ ഹസ്ബൻഡോട് പോയി പറഞ്ഞപ്പോൾ പീടികയിൽ പോയി സാധനം വാങ്ങി വന്നു. പച്ചക്കായും പരിപ്പും പിന്നെ 1-2 സാധനം വേറെ വാങ്ങി. എന്തായാലും പോയതല്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. തക്കാളി ഇല്ലേ, അങ്ങനെ അതൊക്കെ വാങ്ങി വന്നപ്പോൾ പച്ചക്കറി തിരക്കിട്ടൊക്കെ. എന്താ വെച്ചാൽ ഇവർക്ക് പോകേണ്ട സമയമായി. ഒരു 2-2:15 2:30 ആകുമ്പോഴേക്ക് ഇവർ പോകും. അപ്പോൾ പിന്നെ വേഗം നോക്കുക, തിരക്കിടുക. അപ്പോൾ അവിടെ പച്ചക്കായും പരിപ്പും കറി വെച്ചു. പിന്നെ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് വാഷ് ചെയ്ത തുണിയുണ്ട് വാഷിംഗ് മെഷീനിൽ. അതൊന്നും ഞാൻ ആറിയിട്ടിട്ടില്ല, സമയമില്ല. അപ്പോൾ സാധനം വാങ്ങിയിട്ട് വരുമ്പോൾ ഹസ്ബൻഡ് 2 ആൾക്ക് ഓരോ ബിസ്ക്കറ്റ് വാങ്ങിയിരുന്നേ, ഓരോ പേക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് തിന്നണമെന്ന് തോന്നി. ഞാനത് പൊട്ടിച്ചു 1-2 എടുത്ത് ഞാൻ കഴിച്ചു. ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു. അതിനുശേഷം വാഷിംഗ് മെഷീനിൽ ഞാൻ പറഞ്ഞില്ലേ ഒരുപാടുണ്ട് ഉണക്കാനിട്ടിട്ട്, വാഷ് ചെയ്തിട്ട് അതൊക്കെ ഉണങ്ങി. അതൊക്കെ എടുത്ത് ബക്കറ്റിൽ നിറക്കുക. ഞാൻ ആറിയിട്ടുണ്ടേ, അതുകൊണ്ട്. അപ്പോഴേക്കും എൻ്റെ ചോറൊക്കെ ആയി കേട്ടോ. ചോറായ ശേഷമാണ് വാഷിംഗ് മെഷീനിൽ ഞാൻ തുണി എടുക്കുന്നത്. അങ്ങനെ ഞാൻ തുണി എടുത്തു വാഷിംഗ് മെഷീനിൽ നിന്ന്. ഒരുപാടുണ്ട് ഗ്യാസ്, കണ്ട കുറേ ഉണ്ട്. ഇവിടുത്തെ മക്കളെ കഴിച്ചിട്ടുള്ളൊന്നും പറയണ്ട. അങ്ങനെ ഞാൻ മേലേക്ക് കൊണ്ടുപോയിട്ട് ഒക്കെ ആറിയിട്ടു. പണിയോട് പണിയാ ഗ്യാസ്. അങ്ങനെ ഇതൊക്കെ ആറിയിട്ട് കഴിഞ്ഞ് ഞാൻ
കുളിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുളിക്കാൻ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ വാഷ് ചെയ്ത തുണിയൊക്കെ പിന്നെ ടെറസിൽ വിരിച്ചിട്ടു. അതിനുശേഷം ഞാൻ കുളിച്ചു ചോറ് തിന്നാമെന്ന് വിചാരിച്ചു. ഒരുപാട് തുണിയുണ്ട് സാരിയുടെ, കണ്ടോ എത്രയാണുള്ളത്. അതൊക്കെ വിരിച്ചിട്ട് ഇടുക. ഞാൻ തന്നെ ഇങ്ങനെ നോക്കുക, എത്രയുള്ളൊരു ബക്കറ്റ് നിറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടു. ചോറൊക്കെയായി. അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് കഴിച്ച് പോയി കേട്ടോ. ഞാൻ ആറിയിടാൻ പോകുമ്പോൾ അതൊക്കെ ചോറൊക്കെ കഴിച്ചോറ് പോയി. അങ്ങനെ ഞാൻ ആറിയിട്ട ശേഷം കുളിച്ച് വന്നു, ചോറ് കഴിച്ചു. ഇതാ ഇന്നത്തെ സ്പെഷ്യലാണ് ഗൈസ് ഇത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ.